ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10 മണിച്ചെടിയുടെ കെയറിങ് വീഡിയോ ആയിട്ടാണ്. അത് നന്നായിട്ട് നല്ലപോലെ ഇതുപോലെ നിറയെ പൂവിടാനൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പൂവിടാനുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളെല്ലാം ശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷനിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇത് മെയിനായിട്ടും സ്റ്റെം കട്ടിങ്സിൽ നിന്നാണ് 10 മണിച്ചെടികളൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സ്റ്റെം കട്ടിങ്സ് എല്ലാം കളക്ട് ചെയ്തെടുക്കുക. പിന്നെ വിത്തിട്ട് കിളിപ്പിക്കുന്ന രീതി ഉണ്ട് കേട്ടോ. വിത്തിട്ട് നമ്മൾ ഓൺലൈനായിട്ട് വിത്ത് വാങ്ങാൻ കിട്ടും. അങ്ങനെ അത് പാകിയെടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ആട്ടുംകാട്ടം, ചാണകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ മിക്സ് ചെയ്ത് അതിൻ്റെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്ത ആ തണ്ടുകളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നല്ലപോലെ അതിൻ്റെ അകത്ത് നിന്ന് പുതിയ തണ്ടുകളൊക്കെ പുതിയ കിളുത്ത് വന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും. ഇതുപോലെ കുത്തി ഒരാഴ്ചക്ക് ശേഷമായിട്ടുള്ളൊരു ചട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും നിറഞ്ഞ് കിട്ടും ഒരാഴ്ച കൊണ്ട്. പുതിയ ഇളപ്പുകളൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇത്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനും ചട്ടി ഇത് മൊത്തം നിറയും. അപ്പോൾ നമ്മൾ ഈ പുതിയ വന്ന തണ്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തിൽ, അപ്പോൾ നല്ല നീളം വെച്ച് തന്നെ വരും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രൂണിങ് സെക്ഷനിലോട്ട് കിടക്കാം. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ നീണ്ടു വരും അത്. അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ തിക്നെസ്സൊക്കെ കുറവായിരിക്കും വളരെ. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ആ നീണ്ടു വരുന്നതൊന്ന് ഒരു പകുതിക്ക് വെച്ചതൊന്ന് ഒടിച്ചൊടിച്ച് കൊടുക്കുക. അപ്പോൾ പൊടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് നല്ല തിക്കായിട്ട് തന്നെ പുതിയ ഇളപ്പുകൾ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നിറയെ മുട്ടകളും ഉണ്ടാവും. പിന്നെ വേറൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒരു 3.5 ഇരട്ടി നമ്മുടെ പച്ചവെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ലപോലെ ഫ്ലേവർ ചെയ്യാനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു. ഒരു ചെറിയൊരു ടിപ്പ് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.